ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടെ രാമചന്ദ്രൻസിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ. മൂന്നാളെന്ന് പറയുമ്പോൾ ഞാനും ഷിയാസും പിന്നെ നൈച്ചൂട്ടി. അപ്പോൾ ഷിയാസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്, നൈച്ചൂട്ടി എൻ്റെ സിസ്റ്ററാണ്. നൈച്ചൂട്ടി ഈ ചെറിയ ആളാണ് കേട്ടോ. നൈച്ചൂട്ടി അതെൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ. ഞാൻ ഏറ്റവും മൂത്തത്, അവൾ ഏറ്റവും ഇളയതാണ്. എൻ്റെ ഇടയിൽ 2 ബ്രദേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ രാമചന്ദ്രൻസിലാണ് പോയത്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും രാമചന്ദ്രൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ട്രിവാൻഡ്രംകാർക്ക്. അപ്പോൾ എന്തായാലും രാമചന്ദ്രൻസിലാണ് പോയത്. വീടിൻ്റെ അടുത്തുള്ള രാമചന്ദ്രൻസിലാണ് കേട്ടോ പോയത്. അത്യാവശ്യം അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ രാമചന്ദ്രൻസാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് പോയത്. അവിടെ പോയി ഇപ്പോൾ ആദ്യം തന്നെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ഫുഡ് കോർട്ടിൽ പോയി അവൾക്ക് ഒരു ചിക്കൻ നൂഡിൽസൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ വീട്ടിലേക്ക് ഒരു ഫുൾ ഷവായി മേടിച്ചു. കോംബോ ഓഫർ ഉണ്ടായിരുന്നു. ഫുൾ ഷവായിക്ക് ഒരു 350 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ 350 കണ്ടപ്പോഴത്തേക്ക് അതെന്താണ് ടേസ്റ്റ് ഉണ്ടാവുമോ ഇതൊക്കെ അറിയാനായിട്ട് വാങ്ങിച്ചതാണ്. കൊള്ളായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ബ്രദേഴ്സൊക്കെ കഴിച്ചിട്ട് അവരാണ് കൂടുതലും ഷവായി കഴിക്കുന്നത്. അപ്പോൾ അവരുടെ അതിൻ്റെ ടേസ്റ്റൊക്കെ അവർക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ കൊള്ളായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഷവായി 350 ഫുൾ ഷവായി 350 അത് നല്ല വർത്തായിരുന്നു, നല്ല റേറ്റായിരുന്നു. നല്ല ഒരു 350 രൂപയ്ക്ക് എന്തായാലും നമുക്ക് വേറെ ഒരു ഹോട്ടലിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ 350 രൂപയ്ക്ക് ഷവായി നന്നായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നു. ആശാത്തി നേരെ പോയത് സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ പോയത് നേരെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്കാണ്. അവൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് ഇങ്ങനെ തപ്പിത്തെറിഞ്ഞൊക്കെ നിന്നപ്പോഴത്തേക്ക് ഞാനവിടെ യോഗ ബാർ കണ്ടു കേട്ടോ. അപ്പോൾ യോഗ ബാർ 50% ഓഫിന് കണ്ടു. 50% ഓഫറിൽ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടല്ല എങ്കിലും ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണ്. കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. കുറച്ചൊന്ന് വെയിറ്റൊക്കെ ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ യോഗ ബാറൊക്കെ മേടിച്ചു. ചോക്ലേറ്റൊക്കെ കാണുമ്പോൾ ഞാനും അത്യാവശ്യം നല്ലൊരു ചോക്ലേറ്റ് ലവറാണ്. ചോക്ലേറ്റൊക്കെ കാണുമ്പോൾ എനിക്കും കഴിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ എങ്കിലും ഭയങ്കര കൺട്രോൾ ചെയ്ത് ഷുഗർ കട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോവാണ്. ഷുഗർ തീരെ തന്നെ എടുക്കുന്നില്ല, ഒട്ടും എടുക്കുന്നില്ല, ഷുഗർ കട്ടാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ അവൾ അതിൻ്റെ ഇടയിൽ പോയി ഒരു കിൻഡർ ജോയൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നൈച്ചൂട്ടി ആ കിൻഡർ ജോയും ആ ലേസും ബില്ലടിച്ച് സാധനങ്ങളെടുത്ത് വെച്ചില്ല. സാധനം എടുത്ത് ബാഗിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആൾ കയ്യിലാക്കി. പിന്നെ ഞങ്ങൾ നേരെ ഇനി അവളെയും കൊണ്ട് നിന്നാൽ ശരിയാവില്ല എന്നുള്ളത് തന്നെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബില്ലടിച്ച് നേരെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പം നേരെ കാർ പാർക്കിങ്ങിലൊന്ന് കറക്കെടുത്ത് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഗേറ്റൊക്കെ തുറക്കാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ആൾക്ക് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ വീട്ടിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു. അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ പരിപാടി. പിന്നെ എൻ്റെ ബൊഗെയിൻ വില്ല ഉണ്ടല്ലോ, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബൊഗെയിൻ വില്ല പൂക്കുന്നില്ല, പൂവേ വരുന്നില്ല, അത്രയും വളർന്നിട്ടും അത് പൂ വരുന്നില്ല എന്ന്. പക്ഷേ ഇപ്പം അത് നിറയെ പൂവാണ്. ബട്ട് ഞാൻ ഓറഞ്ച് ബൊഗെയിൻ വില്ല എന്നും പറഞ്ഞ് മേടിച്ച ബൊഗെയിൻ വില്ലയാണ്. ബട്ട് അത് പിങ്കായിരുന്നു. പക്ഷേ അത് നിറയെ പൂ വന്നു. ഇപ്പോൾ നിറച്ച് പൂവാണ്, നല്ല ഭംഗിയായിട്ട് പൂവായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ നല്ല ദോശ ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മീൻകറിയും ആയിരുന്നു, അയലക്കറിയും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പിന്നെ നമ്മുടെ മൾട്ടിഗ്രെയിൻ സാട്ടയിൽ ദോശ ഉണ്ടാക്കി കഴിച്ചു. 2 ദോശയും ഒക്കെ ആക്കി കഴിച്ചു. കൂടെ ഒരു ഗ്രീൻ ടീ ഒക്കെ എടുത്തു, ഒരു മുട്ടയൊക്കെ കഴിച്ചു. ഇതൊക്കെയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിലെല്ലാവർക്കും നല്ല ദോശയും അരിദോശയും അയലക്കറിയും ഇതൊക്കെയായിരുന്നു. പിന്നെ മീൻ ഇത് അയലപ്പാരയാണ് കേട്ടോ. അയലപ്പാരയും പിന്നെ ചാളയുമാണ് കേട്ടോ. ഇത് മത്തിയല്ല, ഇത് ചാളയാണ്. ഞങ്ങളിവിടെ ഇതിനെ ചാളയെന്നാണ് പറയുന്നത്. ചാളയും അയലപ്പാരയാണ് ഇന്ന് മീൻ കിട്ടിയത്. അപ്പോൾ അതൊക്കെ മമ്മ നന്നാക്കാനായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിത് ഈ മീൻ ഈ അയലപ്പാരയല്ല കൊഴിയാള, ഞങ്ങൾ കൊഴിയാള എന്നാണ് ശരിക്കും പറയുന്നത്. അയലപ്പാര എന്നും ഇവിടെ ട്രിവാൻഡ്രത്ത് പറയില്ല, കൊഴിയാള എന്നാണ് ആ വലിയ മീനിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ വലിപ്പമുള്ള മീനിനെ കണ്ണൻ കൊഴിയാള എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ കണ്ണൻ കൊഴിയാളയും ചാളയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മമ്മ നല്ലപോലെ ക്ലീനാക്കി എടുക്കുന്നുണ്ടായിരുന്നു. മമ്മയാണ് ഇവിടെ മീൻ വെട്ടാൻ എക്സ്പേർട്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മമ്മയാണ് ഇവിടെ മീൻ വെട്ടാൻ എക്സ്പേർട്ട് എന്ന്.
ഇതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അമ്മയാണ് ഇവിടെ മീൻ വെട്ടാൻ എക്സ്പേർട്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാൻ തീരെ ചെയ്യാറും ഇല്ലാത്തൊരു പരിപാടിയാണ് മീൻ വെട്ടൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.